കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 25 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യം തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ തുടക്കത്തിൽ. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ നമുക്കാർക്കും ജ്ഞാനം കിട്ടത്തില്ല. ഈ ജ്ഞാനമില്ലാതെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ജീവിക്കാനോ രക്ഷപ്പെടാനോ നമുക്ക് സാധ്യമല്ല. ജ്ഞാനം 6:24 പറഞ്ഞിരിക്കുന്നൊരു കാര്യം എത്ര പേരുടെ ചങ്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ലോകത്തിൻ്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. ഇവിടെ സൗന്ദര്യം വർദ്ധിക്കുമ്പോഴല്ല, വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോഴല്ല, സാമ്പത്തിക ശേഷി വർദ്ധിക്കുമ്പോഴല്ല. യഥാർത്ഥ രക്ഷ നാം കൈവരിക്കുക ജ്ഞാനികളായി മാറുമ്പോൾ, ദൈവിക ജ്ഞാനമുള്ള വ്യക്തികളായിട്ട് മാറുമ്പോൾ. ഇതിന് ഒരുപാട് പ്രായം ചെല്ലണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് സ്വന്തമാക്കി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്നലെ വരെ സഭയിൽ നമ്മൾ വാഴ്ത്തപ്പെട്ടവരെന്നറിയപ്പെട്ടിരുന്ന 2 ചെറുപ്പക്കാർ ഇന്നു മുതൽ വിശുദ്ധരെന്ന് അറിയപ്പെടും. ലയോ പാപ്പ റോമിൽ ഈ 2 ചെറുപ്പക്കാരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തി ഒരു 24 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ച ഒരു വ്യക്തിയാണ്, പിയർ ജോർജിയോ ഫ്രസാറ്റി. അദ്ദേഹം ഈ പർവ്വതം കയറുന്ന മൗണ്ടൻ ക്ലൈംബർ, ഒരു അത്ലറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തെ ഇത് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ കൂടെ ഒരുപാട് പ്രാർത്ഥനയുണ്ടായിരുന്നു. മൗണ്ടൻ ക്ലൈംബ് ചെയ്യാനായിട്ട് പലരെയും പഠിപ്പിച്ചു, സഹായിച്ചു. പക്ഷേ ആ കൂടെ അദ്ദേഹം പറയപ്പെട്ടിരുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദ ഹയർ യു ക്ലൈംബ്, ദ ക്ലിയറർ യു ഹിയർ ദ വോയിസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ സംസാരം, യേശുവിൻ്റെ സ്വരം വ്യക്തമായിട്ട് കേൾക്കാൻ നമുക്ക് പറ്റുന്നത് ഉന്നതത്തിലേക്ക് ഉയരുമ്പോഴാണ്. അതാർക്കാ സാധിക്കുക? ജ്ഞാനികൾക്ക്. ജ്ഞാനമില്ലാത്തവരെ ഈ ലോകത്ത് ഇങ്ങനെ കുറേ തിന്നു കുടിച്ച് സുഖിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ആ ഒരു ലോകത്ത് കുടുങ്ങിക്കിടക്കും. ജ്ഞാനമുള്ളവർക്കാണ് ഉന്നതത്തിലേക്ക് കയറാൻ പറ്റുക. അങ്ങനെയുള്ളവർക്കാണ് യേശുവിൻ്റെ സ്വരം വ്യക്തതയോടെ ശ്രവിക്കാൻ സാധിക്കുക എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണിത്. 2 വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും, രണ്ടാമത്തെ ആൾ നമുക്ക് സുപരിചിതനാണ്, കാർലോസ് അക്വിറ്റിസ്. വെറും 15 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ലുക്കേമിയ വന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്.
അങ്ങനെ ആ ലുക്കേമിയയുടെ വേദനകളെല്ലാം സഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, മാർപ്പാപ്പായുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ഡിക്ലെയർ ചെയ്തു. അദ്ദേഹം കാര്യം നമ്മൾ കാണുമ്പം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഫ്രാൻസിസ് അസീസിയുടെ വലിയൊരു ഫാനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിലാണ്. ഞങ്ങൾ ഈ യൂറോപ്പ് ടൂർ പോയപ്പോഴത്തേക്കും ആ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലമൊക്കെ കാണാനുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കുകയും ചെയ്തതാണ്. രണ്ട് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും രണ്ട് കാര്യങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്ന് വിശുദ്ധ കുർബാന, രണ്ടാമത്തേത് പരിശുദ്ധ കന്യകാമറിയം, മരിയ ഭക്തി. ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ടു പേർക്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ജപമാലയെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് എ ഷോർട്ട് കട്ട് ടു ഹെവൻ. ഈ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ജപമാല പ്രാർത്ഥന. ഇതുപോലെ തന്നെ വിശുദ്ധ ഫിലിപ്പ് നേരി അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, അനുസരണം എന്നത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയാണ്. അത് ഈ സന്യാസ ജീവിതം നയിക്കുന്നവർ മാത്രമല്ല, ദൈവമക്കളായി നമ്മളെല്ലാവരും അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അനുസരിച്ചാൽ അതനുസരിച്ച് അനുഗ്രഹമുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാഴ്ത്തപ്പെട്ട രണ്ടുപേരുടെയും അവരുടെ മരണശേഷം അവരെ കബറടക്കം ചെയ്തു. ഇതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേരുടെയും അഴുകാത്ത ശരീരം അത് സൂക്ഷിച്ചിട്ടുണ്ട്. അഴുകാത്ത ശരീരം എന്നൊക്കെ ഈ പ്രായത്തിൽ തന്നെ അവർക്ക് വിശുദ്ധരായി ജീവിച്ച് ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റി. നമുക്ക് ആത്മീയത വരാനായിട്ട് ഒത്തിരി പ്രായമൊന്നും ആവണമെന്നൊന്നുമില്ല. ചിലർക്ക് തോന്നിയേക്കാം ഇപ്പം നമ്മുടെ ചെറുപ്പകാലം അടിച്ചു പൊളിച്ച് നടക്കേണ്ട കാലം. ഈ കാലത്താണ് ഈ രണ്ടുപേരും ദൈവവിചാരത്തോടു കൂടി ജീവിച്ചത്, ദൈവത്തിന് വേണ്ടി ജീവിച്ചത്, ദൈവത്തെ അറിഞ്ഞ വ്യക്തികളെ പോലെ ജീവിക്കുകയും ആ ദൈവത്തെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്തു. കാർലോസ് അക്വിറ്റീസ് ഒരു വെബ്സൈറ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തു. വെറും 7ാമത്തെ വയസ്സ് തുടങ്ങി അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായി. ഒന്ന് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ, രണ്ടാമത്തേത് മരിയൻ അപ്പരീഷൻസ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്, അവിടെ കൊടുത്ത പല സന്ദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമാഹരിച്ച് ഒരു വെബ്സൈറ്റ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറുപ്പക്കാർക്ക് അത് ആകർഷണീയമായി. ഒത്തിരി ചെറുപ്പക്കാർ ദൈവത്തെ അറിയാനും ദൈവവിചാരത്തോടെ ജീവിക്കാനും അത് കാരണമായി. ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു ഈ വേൾഡ് യൂത്ത് ഡേക്ക്. യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ഇവരൊക്കെ അവർക്ക് വലിയൊരു പ്രചോദനമായിട്ട് മാറിയ രണ്ട് വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ലേ? പറ്റും. സ്വർഗത്തിൽ പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകണം. അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ശിഷ്യത്വം ഏറ്റെടുക്കാൻ പറ്റണം. അതിനൊരു കണക്കുകൂട്ടലുള്ള വ്യക്തികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. മറ്റു പല കണക്കുകൂട്ടലുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഒരു ഭാര്യ സൂചിപ്പിച്ചതാണ്, ഞാൻ സാധാരണ ഭർത്താവ് കിടക്കുന്നതിന് മുമ്പ് കിടക്കും. എനിക്ക് ആ ഒരു ഉറങ്ങാൻ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറങ്ങണം. എൻ്റെ ഭർത്താവിന് ആ സമയത്താണ് കണക്കുകൂട്ടൽ. പുള്ളി പേപ്പർ എടുത്ത് വേണമെങ്കിൽ അതുവരെ ഉണ്ടായ ചെലവ് വരവ് എല്ലാം കൂട്ടും. പിറ്റേ ദിവസം തലേ ദിവസം കൂട്ടി വെച്ചതാണ്, പിറ്റേ ദിവസം ഒന്നുകൂടെ കൂട്ടും. ചിലർക്ക് ഇങ്ങനത്തെ ചില ഹരവാണ്. ഈ പണം അത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് എണ്ണി നോക്കി. എണ്ണുന്നതുകൊണ്ട് വർദ്ധിക്കാനൊന്നും പോകുന്നില്ല, എന്നാലും ഒരു സന്തോഷം. ക്രിസ്ത്യാനികളായി നമുക്ക് അതിനേക്കാളൊക്കെ എത്രയോ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗത്തിൽ പോകാൻ കണക്ക് കൂട്ടുക എന്നുള്ളത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട ഡിസൈപ്പിൾഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. നമുക്ക് വേണമെങ്കിൽ പല കാറ്റഗറിയിൽ പെടാം. ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ സ്ഥാനം എന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് അവിശ്വാസിയായിട്ട് ജീവിക്കാം. എത്രയോ പേര്
പള്ളി പോക്കുമില്ല, പ്രാർത്ഥനയില്ല. ദൈവമോ? എവിടെ ദൈവം? ആരാ ദൈവത്തെ കണ്ടിരിക്കണേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അന്ധവിശ്വാസികൾ. അവർക്ക് പള്ളിപ്പോക്കുണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് രണ്ടും ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. രണ്ടു വള്ളത്തെ കാല് വെക്കുന്നതിന് തുല്യം. അതത്ര നല്ലതല്ല ഒരു വിശ്വാസിക്ക് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 18:21 വായിച്ചു കഴിഞ്ഞാൽ ഏലിയാ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ രണ്ടു വള്ളത്തെ കാല് വെച്ച് നടക്കും? ഇത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഗണത്തിൽപ്പെട്ടവരാണ്. നമുക്ക് വേണമെങ്കിൽ വിശ്വാസികളായിട്ട് ജീവിക്കാം. അന്ധവിശ്വാസമുണ്ടോ? ഇല്ല. അവിശ്വാസമുണ്ടോ? അതുമില്ല. പക്ഷെ ഒരു തണുത്ത വിശ്വാസ ജീവിതം, അത്യാവശ്യത്തിനുള്ള പള്ളിപ്പോക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണേൽ പറയാം. വറവറാന്നുള്ള ഒരു ക്രിസ്തീയ ജീവിതം അത് മതിയോ? അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അതാണ് നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ പദവി സ്വീകരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പസ്തോലന്മാരെ കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത്, 1 തന്നോട് കൂടെ ആയിരിക്കാൻ, 2 ഐക്യപ്പെടാൻ. ഈ 2 കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദവിയാണ് കർത്താവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കുക. ശിഷ്യത്വം ഏറ്റെടുക്കാതെ വേണമെങ്കിൽ നമുക്ക് ഓടി നടന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പസ്തോലന്മാർ ചെയ്ത പോലെ ചെയ്യാൻ പറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ അവർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓടി നടന്ന് രാവിലെ മുതൽ ഇങ്ങനെ കാലുബന്ധനായ പോലെ ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ശിഷ്യത്വം ഏറ്റെടുത്തവർ ഒത്തിരി ചെയ്യണമെന്നില്ല. ചെയ്യുന്നതൊക്കെ അങ്ങേയറ്റം ഫലം അണിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥിക്കാതെയും എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ അതിന് വലിയ ഇഫക്റ്റൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രാർത്ഥിച്ചിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഇഫക്റ്റ് ഉണ്ടാവും. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണേലും സമർപ്പണ ജീവിതം നയിക്കുന്നവരാണേലും പ്രാർത്ഥനയുള്ളവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനം കേൾക്കുക, എൻ്റെ വചനം ജീവിക്കുക, അതിൽ നിലനിൽക്കുക, അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരായി മാറും. അങ്ങനെയുള്ളവർ സത്യമറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് കുറേ വചനം കേട്ടു പോകാം, ബൈബിള് വായിച്ച് എല്ലാ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ അത് നമ്മൾ ജീവിക്കുന്നുണ്ടോ? ജീവിക്കുമ്പോഴാണ് സത്യമറിയുന്നതും ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യത്വം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ പറഞ്ഞല്ലോ, ജോർജിയോ ഫ്രസാറ്റിയെ പോലെ നമ്മൾ ഉന്നതത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മത്തായി 16:24 വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. മൗണ്ടൻ ക്ലൈംബിങ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഏതാണ്ട് ഇതുപോലെ ഉന്നതത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടിന് നമ്മൾ തയ്യാറാകണം. കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥ ശിഷ്യരായി മാറാൻ പറ്റുക എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ശിഷ്യത്വത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വമൊക്കെ വന്നാൽ ഒത്തിരി നമ്മൾ സംസാരിക്കേണ്ട കാര്യം വരത്തില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, ചെറിയൊരു വാക്കുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. അവർ നമ്മളെ ബഹുമാനിക്കും, അംഗീകരിക്കും എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അതിന് ഈ ദൈവിക ജ്ഞാനം, എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ നിശബ്ദരാകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് യേശുവിന് ഇത്രയും ശക്തമായൊരു വ്യക്തിത്വം ഉണ്ടായത്? നിരന്തരമായ പ്രാർത്ഥന. ലൂക്കാ 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചാൽ എത്രയോ സ്ഥലത്ത് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിന്ന് അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാലും നമ്മുടെയൊക്കെ വ്യക്തിത്വം മാറും. ഇപ്പോഴത്തെ അല്ല, വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകും. ഇപ്പം നമ്മൾ കാണുമ്പോൾ
ഓടിപ്പോകുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന വ്യക്തികളുണ്ടാകും വ്യക്തിത്വം ശരിയായി കഴിയുമ്പോൾ. അതുപോലെ തന്നെ മനോഭാവം, യേശുവിൻ്റെ മനോഭാവം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഫിലിപ്പിയർ 2:5 വചനം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. എന്തായിരുന്നു ആ മനോഭാവം? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന യേശുവിൻ്റെ മനോഭാവം. ഇന്ന് സ്വന്തം സഹോദരങ്ങളെപ്പോലും രക്തബന്ധത്തിൽപ്പെട്ടവരെ പോലും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതാൻ കഷ്ടപ്പെടുമ്പോൾ ഇതെങ്ങനെ നിറവേറും, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രാവർത്തികമാകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. പക്ഷേ സത്യമായൊരു കാര്യമാണ്, യേശുവിൻ്റെ മനോഭാവം ക്രിസ്ത്യാനികൾക്കും ഉൾക്കൊള്ളാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.